ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലയോ? ഇന്നൊരു സ്പെഷ്യൽ തലക്കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ദാണ്ടെ നമുക്ക് കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാത്രം ഞാൻ വെച്ചു. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും എല്ലാം കൂടെ ഒന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം. ഞാൻ കുറച്ച് അധികം മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾ ഈ തലക്കറിയൊക്കെ വെക്കുമ്പം നല്ല എരി വേണം കേട്ടോ, ഇല്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ താണ്ടെ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ഈ ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ മിക്സിയുടെ ജാറിനകത്തിട്ട് നമുക്കൊന്ന് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ചട്ടി അടുപ്പത്തോട്ട് വെച്ച് നമ്മുടെ അരപ്പും അതിനകത്തോട്ട് ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞൊഴിച്ച് തക്കാളി കൂടി അരിഞ്ഞിടണം കേട്ടോ. ദെൻ ഉപ്പും ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് നല്ലതായിട്ട് കറി തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന തലക്കുട്ടന്മാരെ അതിനകത്തോട്ട് ഓരോന്നായിട്ട് പറക്കിയിടുന്നത്. അപ്പോൾ അതാണ്ട് നമ്മുടെ കറിയൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തലക്കുട്ടന്മാരെ അതിനകത്തോട്ട് ഓരോന്നായിട്ട് നമുക്ക് പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ ആ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരണം. അപ്പം നമുക്ക് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ദെൻ അതിന് ശേഷം നമ്മുടെ കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്കൊന്ന് പാതി അടപ്പ് മാറ്റി വെച്ച് വേവിക്കണം. അപ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറ്റി ആ അരപ്പൊക്കെ അതിനകത്തൊന്ന് പിടിച്ച് സെറ്റായി കിട്ടും. എന്നാണ്ട് നമ്മുടെ കറി നല്ലതായിട്ട് തിളച്ച് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ കറി താണ്ടേ സെറ്റായി കിട്ടും. നമ്മുടെ കറിയൊക്കെ സെറ്റായി ദെൻ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇറക്കാൻ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂക്കിക്കൊടുത്താൽ നമ്മുടെ കറി ഫുള്ളായിട്ട് സെറ്റായി. നമുക്ക് നെമ്മീൻ തലയായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പം നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്തുള്ള സ്പെഷ്യൽ കൂട്ടൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്ന് നമ്മുടെ തലക്കറി ഇവിടെ സെറ്റാണ്. ഞാൻ തലക്കറി നമുക്ക് കഴിച്ചതെന്ന് വെച്ചാൽ നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണണേ.